കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ പോലും തന്റെ ചിത്രം പതിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒരുപക്ഷെ ലോകത്തിലെ ഒരു രാജ്യത്തിലും ഉണ്ടാവാൻ സാധ്യതയില്ല. ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ മീരാബായി ചാനുവിന് നൽകിയ സ്വീകരണത്തിൽ മെഡൽ നേടിയ മീരാബായി ചാനുവിനേക്കാളും വലിയ ചിത്രമുള്ള ഫ്ലക്സ് വെച്ച പ്രധാനമന്ത്രിയും മറ്റൊരു രാജ്യത്ത് ഉണ്ടാവണമെന്നില്ല. എന്തിലും എവിടെയും തന്റെ തലയും തന്റെ ഫിഗറും മാത്രം പ്രദർശിപ്പിക്കാൻ മാത്രം തിടുക്കം കൂട്ടുന്ന മോദിയുടെ ഈ നടപടിയെ പണ്ട് മുതലേ സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഇർഫാൻ പത്താനും മോദിയുടെ ഈ പ്രവൃത്തിയെ ട്രോളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കായിക മേഖലയിലെ ഉയർന്ന പുരസ്കാരമായ ഖേൽ രത്നയിൽ നിന്ന് രാജീവ് ഗാന്ധിയുടെ പേര് മാറ്റി ധ്യാൻ ചന്ദിന്റെ പേര് നൽകിയ സംഭവത്തിലാണ് ഇർഫാൻ പത്താൻ മോദിയെ പരിഹസിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യത്തെ കായിക മേഖലയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ഖേൽ രത്നയിൽ ഒരു കായിക താരത്തിന്റെ തന്നെ പേര് നൽകിയത് നല്ലത് തന്നെയാണ് മോദിജി. അതേപോലെ കായിക സ്റ്റേഡിയങ്ങൾക്കും കായിക താരങ്ങളുടെ പേര് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്താൻ മോദിയെ ട്രോളിയിരിക്കുന്നത്. കായിക സ്റ്റേഡിയങ്ങൾക്കും കായിക താരങ്ങളുടെ പേര് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഇർഫാൻ പത്താൻ പറയാൻ കാരണം ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള മൊട്ടേര സ്റ്റേഡിയത്തിന്റെ പേര് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് മൊട്ടേരയിൽ സ്ഥിതി ചെയ്യുന്നത്. ആ സ്റ്റേഡിയത്തിനാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് പേരിട്ടിരിക്കുന്നത്. കായിക മേഖലയിലെ അവാർഡിന് കായിക ലോകത്തിലെ ഇതിഹാസമായ ധ്യാൻ ചന്ദിന്റെ പേര് നൽകിയെങ്കിൽ എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് ഒരു ക്രിക്കറ്റ് താരത്തിന്റെ പേര് ഇടുന്നില്ല എന്നത് തന്നെയാണ് ഇർഫാൻ പത്താൻ തന്റെ ട്വീറ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ പേര് മാറ്റാൻ മാത്രമാണ് മോദിക്ക് താല്പര്യമെന്നും നേരെ മറിച്ച് തന്റെ പേര് മാറ്റാൻ മോദിക്ക് ഒട്ടും താല്പര്യം ഇല്ലെന്നാണ് ചില ആളുകൾ ഇർഫാൻ പത്താന്റെ ഈ ട്വീറ്റിന് നൽകിയ മറുപടി. ഖേൽ രത്ന പുരസ്കാരത്തിന്റെ പേര് മാറ്റുന്ന വിവരം ട്വിറ്ററിലൂടെയാണ് മോദി അറിയിച്ചത്. ഖേൽ രത്ന അവാർഡിന്റെ പേര് മാറ്റി മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നാക്കണമെന്ന് കുറെ നാളുകളായി ഒരുപാട് പേർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മോദി രാജീവ് ഗാന്ധിയുടെ പേര് മാറ്റിയത്. മോദിയുടെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് സംഘികൾ മാത്രമായിരിക്കുമെന്ന പ്രതികരണവും ട്വീറ്റിന് വന്നിരുന്നു. ഏതായാലും പേര് മാറ്റുക എന്നുള്ളത് BJP സർക്കാരിന് അത്ര പുത്തരിയുള്ള കാര്യമൊന്നുമല്ല. ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിനെ ഭാരത് മാതാ ചൗക്കാക്കിയതും ഉത്തർപ്രദേശിലെ പല സ്ഥലങ്ങളുടെ പേര് മാറ്റിയതൊക്കെ ഇതേ BJP സർക്കാർ തന്നെയാണ്. താജ്മഹലിനെ തേജോ മഹാലയം എന്നാണ് ചില സംഘികൾ ഇപ്പോഴും വിളിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രവും പൈതൃകവും അടങ്ങുന്ന പേരുകൾ മാറ്റി BJP സർക്കാർ അവർക്ക് ഇഷ്ടമുള്ള പേരുകളിടും. രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരത്തിന്റെ പേര് മാറ്റിയെങ്കിലും അത് ഇന്ത്യക്ക് വേണ്ടി അഭിമാനകരമായ നേട്ടങ്ങൾ കൊയ്ത രാജ്യത്തെ ഒരു ഇതിഹാസത്തിന്റെ പേരിലേക്കാണ് മാറ്റിയത് എന്നത് നല്ല കാര്യമെങ്കിലും അക്കാര്യത്തിൽ BJP ഉദ്ദേശിച്ചത് ധ്യാൻ ചന്ദിനെ ബഹുമാനിക്കുക എന്നതായിരിക്കില്ല, മറിച്ച് രാജീവ് ഗാന്ധിയുടെ പേര് എങ്ങനെയെങ്കിലും നീക്കം ചെയ്യുക എന്നത് തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.